ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഒറ്റയാൾ പോരാട്ടങ്ങൾ വിജയിക്കുമോ? അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയെ നേരിടാൻ ഒന്നോ രണ്ടോ ആളുകൾ വിചാരിച്ചാൽ മാത്രം നടക്കുമോ എന്നൊരു സംശയം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ഇച്ഛാശക്തിയുണ്ടെങ്കിൽ നടക്കും എന്നതാണ് ഇതിനുള്ള ഉത്തരം. അത്തരം ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് നമുക്ക് മുന്നിൽ. അങ്ങനെ ഒരു ഉദാഹരണം പറയാം. ഇന്ത്യയുടെ പർവ്വത മനുഷ്യനായ ദശരഥ് മാഞ്ചിയുടെ ജീവിതകഥ. മയങ്ങല്ലേ മക്കളെ എന്ന സ്പെഷ്യൽ ന്യൂസ് പരമ്പരയുടെ 20-ാം അധ്യായം ലോകമറിയുന്ന മലമുത്തച്ഛനായ ദശരഥ് മാഞ്ചിയുടെ ഒറ്റയാൾ പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ നമുക്കോരോരുത്തർക്കും കടമകൾ നിർവഹിക്കാനുണ്ട് എന്നോർമ്മിപ്പിക്കുന്നത്. ബീഹാറിലെ ഗയയ്ക്ക് സമീപമുള്ള ഗഹ്ലോർ ഗ്രാമത്തിലാണ് 1934 ദശരഥ് മാഞ്ചി ജനിച്ചത്. കൃഷിപ്പണിയാണ് ഇവിടെയുള്ളവരുടെ പ്രധാന തൊഴിൽ. വീടിന് സമീപമുള്ള പർവ്വതത്തിന് മറുവശമാണ് കൃഷിയിടം. ഇവിടേക്ക് ജോലിക്ക് പോകണമെങ്കിൽ ഈ മല കയറി ഇറങ്ങണം. കൃഷിയിടം മാത്രമല്ല, ആശുപത്രി അടക്കം ഏതൊരാവശ്യത്തിനും പർവ്വതത്തിന് അപ്പുറത്ത് മാത്രമേ സൗകര്യമുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ദശരഥന് ഉച്ചഭക്ഷണവുമായി വന്ന ഫഗുനി ദേവി മലമുകളിൽ നിന്നും കാൽ വഴുതി താഴേക്ക് പതിച്ചു. 1959 സംഭവം. ഗുരുതരമായി പരിക്കേറ്റ ഫഗുനി ദേവിയെ ആശുപത്രിയിലെത്തിക്കാൻ ചെങ്കുത്തായ മല തടസ്സമായതോടെ ഗ്രാമത്തിലൊരു വൈദ്യനാണ് ചികിത്സിച്ചത്. പരുക്കുകളിൽ നിന്നും മോചിതയാകാതെ 2 വർഷത്തിനു ശേഷം ഫഗുനി ദേവി മരിച്ചു. ഭാര്യയ്ക്ക് സംഭവിച്ച ദുരന്തത്തിൽ മാനസികമായി തകർന്ന ദശരഥ് മാഞ്ചി 1960 തന്നെ ആ തീരുമാനമെടുത്തു. മലയിടിച്ച് റോഡ് നിർമ്മിക്കണം. ഇനി ആർക്കും ഇത്തരം ദുരന്തം നേരിടേണ്ടി വരരുത് എന്ന നിശ്ചയദാർഢ്യമായിരുന്നു തീരുമാനത്തിന് പിന്നിൽ. കൃഷിപ്പണി കഴിഞ്ഞു കിട്ടുന്ന സമയങ്ങളിൽ ദശരഥ് മാഞ്ചി ഉളിയും ചുറ്റികയുമായി ഇറങ്ങും. പർവ്വതത്തെ കൊത്തിയിളക്കാൻ തുടങ്ങും. ഈ പ്രവൃത്തി കണ്ട് നാട്ടുകാർ അദ്ദേഹത്തെ കളിയാക്കി. ഭ്രാന്തൻ സ്വപ്നമാണെന്ന് പരിഹസിച്ചു. ദശരഥ് മാഞ്ചി പിൻവാങ്ങിയില്ല. തന്റെ ഒറ്റയാൾ പോരാട്ടത്തിന് മുന്നിൽ തോൽക്കില്ലെന്ന് വാശിയുള്ളതുപോലെ മല ഉയർന്നു തന്നെ നിന്നു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. അദ്ദേഹം തന്റെ പ്രവൃത്തി അവസാനിപ്പിച്ചില്ല. കൂറ്റൻ പാറക്കൂട്ടങ്ങളെ കൂടുതൽ ശക്തിയോടെ പ്രഹരിച്ചുകൊണ്ടേയിരുന്നു. എത്ര വർഷമെന്നോ? 22 വർഷം. 30 അടി ഉയരത്തിലും 25 അടി വീതിയിലും 60 അടി നീളത്തിലും പാറ പൊളിച്ചു, മല തുരന്നു, റോഡ് വെട്ടി. മലയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ റോഡിന്റെ നീളം എത്രയെന്നോ? 360 അടിയോളം വരും. ഗ്രാമീണർ അയാൾക്കൊരു പേരിട്ടു, മൗണ്ടൻ മാൻ, പർവ്വത മനുഷ്യൻ എന്ന്. നോക്കൂ, ക്ഷമയുടെയും സമർപ്പണത്തിന്റെയും ബലത്തിലാണ് ആ സാധാരണ മനുഷ്യൻ തന്റെ മുന്നിലുള്ള മലയെ തുരന്നെടുത്തത്. ഭ്രാന്തൻ പ്രവൃത്തിയെന്ന് കളിയാക്കിയവരെ വകവയ്ക്കാതെ, വേറെ പണിയില്ലേ എന്ന് ചോദ്യം ചെയ്തവരെ, നാട്ടുകാർക്ക് ഉപകാരമുണ്ടാക്കാൻ നിങ്ങൾ മാത്രം ശ്രമിക്കുന്നതെന്തിന് എന്ന ഉപദേശത്തെ വകവയ്ക്കാതെ ഒരു മനുഷ്യന്റെ ഒറ്റയാൾ പോരാട്ടം. ഇന്ന് നമ്മുടെ മുന്നിൽ പർവ്വതം പോലെ വലിയൊരു പ്രതിസന്ധി വന്നു നിൽക്കുകയാണ്. അതിനെ തുരന്നില്ലാതാക്കണം. നമുക്ക്, നമ്മുടെ മക്കൾക്ക്, നാടിന് നന്നായി ജീവിക്കാൻ പുതിയ വഴിവെട്ടണം. അതിനൊന്നിച്ചിറങ്ങണം. നാട്ടുകൂട്ടങ്ങൾ ഉണരണം. പലയിടങ്ങളിലും ജാഗ്രതാ സമിതികൾ രൂപം കൊണ്ടു കഴിഞ്ഞു എന്നത് ആശ്വാസം നൽകുന്ന വാർത്തയാണ്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് മടിക്കൈ പഞ്ചായത്തിലെ ബങ്കളം വാർഡ് പ്രതീക്ഷാ സേന എന്നൊരു ജാഗ്രതാ സമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. ബങ്കളം വാർഡംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ വി പ്രകാശൻ പറയുന്നു. ജനങ്ങളുടെ സൗര ജീവിതത്തിന് ഭീഷണിയാകും വിധത്തിൽ ലഹരി ഉപയോഗം വല്ലാണ്ട് വർദ്ധിക്കുന്ന സാഹചര്യത്തിലും എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വമെന്ന പൊതുബോധം നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലുമാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയെ മുൻനിർത്തി മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡ് ബംഗളത്തിനകത്ത് ഇങ്ങനെയൊരു ജനകീയ സമിതി രൂപീകൃതമായത്. ഹോപ്പ് സ്ക്വാഡ് എന്നാണ് ഞങ്ങൾ ഈ സേനയ്ക്ക് പേര് നൽകിയിട്ടുള്ളത്. പ്രതീക്ഷയുടെ സേന എന്നുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിനകത്ത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ വലിയ വിഷയങ്ങളൊന്നും ഇല്ലെങ്കിലും പുതിയ തലമുറയിൽ വൈദ്യുതി പ്രവാഹം പോലെ കയറി ചെല്ലുന്ന ഒരു ശേഷിയുള്ള ഒരു മാരക വിഷമായി ലഹരി പടരുന്ന സാഹചര്യത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇത് എത്തപ്പെടും എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് വാർഡിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് പ്രൗഢമായ നിലയിൽ ഇങ്ങനെയൊരു സേനയ്ക്ക് നേതൃത്വം കൊടുക്കാനും ആ സേനയുടെ പ്രവർത്തനം വാർഡിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണയോടുകൂടി നടപ്പിലാക്കാനും കഴിയുന്നത് എന്നുള്ള വലിയ അഭിമാനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഇങ്ങനെയൊരു ആശയം ഞങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് വികസന സമിതി യോഗം ചേർന്ന് ഈ വിഷയം അവതരിപ്പിക്കുകയും
വരികയും ഈ സേനയ്ക്ക് ഇങ്ങനെ ഒരു പേര് നൽകാൻ ആലോചിക്കുകയും ഏറ്റവും ആവേശത്തോടുകൂടി വാർഡ് വികസന സമിതി അതിന് തീരുമാനമെടുക്കുകയും ചെയ്തു. വാർഡ് അടിസ്ഥാനത്തിലെ മുഴുവൻ കുടുംബശ്രീ യൂണിറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വാർഡ് തല യോഗത്തിൽ ഇതിനാവശ്യമായ ഒരു കരട് അവതരിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു തീയതി നിശ്ചയിച്ച് നമ്മുടെ നാട്ടിലെ വാർഡിലെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ ജാഗ്രതാ സമിതി രൂപീകരണം എന്നുള്ള നിലയിലേക്ക് പോയി. എല്ലാ വീട്ടിനകത്തും ഇതിന്റെ കത്ത് നൽകി ആളുകളെ യോഗത്തിനകത്ത് പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അഭൂതപൂർവമായ ആളുകളുടെ പങ്കാളിത്തമാണ് ഉണ്ടായത്. വലിയ സന്തോഷം തരുന്ന നിലയിൽ ആളുകളെല്ലാം യോഗത്തിനകത്ത് പങ്കെടുത്തു. മയക്കുമരുന്നിനെതിരെയുള്ള സ്ക്വാഡ് പ്രവർത്തനം എന്നത് സദാചാര പോലീസിംഗ് അല്ലെന്ന് ഈ ജാഗ്രതാ സമിതികൾ അടിവരയിട്ട് പറയുന്നു. മറിച്ച് യഥാർത്ഥ പ്രശ്നങ്ങളെ കണ്ടെത്താനുള്ള ശ്രമം കൂടിയാണ്. എല്ലാ പ്രദേശങ്ങളിലും ഒരു 100 മീറ്റർ ഗ്യാപ്പിൽ മാലിന്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള നെയിം ബോർഡുകൾ സ്ഥാപിക്കണം എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. നാട്ടിലെ ക്ഷേത്ര കമ്മിറ്റികളും പള്ളി കമ്മിറ്റിയും യുവജന സംഘടനകളും കുടുംബശ്രീ യൂണിറ്റും എല്ലാം ചേർന്നുകൊണ്ടാണ് ഈ ബോർഡ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ഈ സ്ക്വാഡ് ബംഗളവും പരിസര പ്രദേശങ്ങളും ഞങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് തന്നെ അഭ്യർത്ഥിച്ചിട്ടുള്ളത്, അല്ലെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില പ്രദേശങ്ങളിലെ സ്ഥലങ്ങളിലെല്ലാം പുതിയ കാലത്തെ ചെറുപ്പക്കാർ കൂടിയിരിക്കാറുണ്ട്. ഇരിക്കുന്നതിനൊന്നും ഞങ്ങൾ എതിരില്ല. ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി അവരോട് പറയുന്നത്, അല്ല, നമ്മളൊരു ഒരു സർഗാത്മകത ചർച്ച ചെയ്യുന്ന ഒരുപാട് ഇടങ്ങൾ നമുക്കുണ്ട്. അത് വായനശാലകളുണ്ട്, ക്ലബ്ബുകളുണ്ട്. അവിടെയൊന്നും ഇരിക്കുന്നതിന് ആരും എതിരില്ല. പക്ഷേ ഇങ്ങനെ ആൾപ്പാർപ്പില്ലാത്ത അല്ലെങ്കിൽ റോഡ് സൈഡിലെല്ലാം 2 ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിലെല്ലാം ഇരുന്ന് തിരിച്ചുപോയ കഴിഞ്ഞാൽ അവിടെയെല്ലാം ചിലപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ മദ്യക്കുപ്പികളും വെള്ളക്കുപ്പികളും എല്ലാം കാണുന്ന സാഹചര്യം ഉൾപ്പെടെയുണ്ട്. അത്തരം കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരെ നേരിട്ട് കണ്ട് ഇനി അത് ആവർത്തിക്കരുത്, എന്തുകൊണ്ട് വീട്ടിലിരിക്കുന്നില്ല എന്നുകൂടി ഞങ്ങൾ ചർച്ച ചെയ്ത് വൈകുന്നേരം വീട്ടിൽ രക്ഷിതാക്കളുടെ കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കേണ്ടവരാണ്, ഒന്നിച്ചിരിക്കേണ്ടവരാണ്. എന്തുകൊണ്ട് പുതിയ കാലത്തെ ചെറുപ്പം അങ്ങനെ ഇരിക്കുന്നില്ല? വീടിന്റെ സാഹചര്യത്തിലെ പ്രത്യേകതയാണ്. ഇതുൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് അതുൾപ്പെടെ തിരുത്തി അസമയത്ത് നാടിന്റെ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ കഴിയുന്നവരെ വീട്ടിനകത്തേക്ക് അവർ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കൂടി ഇതിന്റെ ഭാഗമായി നടത്തുന്നു. ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ സ്ത്രീകളുടെയും വയോജനങ്ങളുടെയും എല്ലാം വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നാട്ടുകാരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ വിപത്തിനെ ഇല്ലാതാക്കാൻ കഴിയൂ എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റിന് ചുമതലപ്പെട്ട പോലീസും എക്സൈസും പറയുന്നത്. കാസർഗോഡ് അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി പി ബാലകൃഷ്ണൻ നായർ ഇത്തരം ജാഗ്രതാ സമിതികൾക്ക് പരിശീലനം നൽകാൻ തയ്യാറാണെന്നുകൂടി അടിവരയിടുന്നു. ഈ ലഹരിക്കെതിരായുള്ള പോരാട്ടം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു യുദ്ധം തന്നെയാണ്. അപ്പൊ അത് ഏതെങ്കിലും ഒരു ഏജൻസി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഒരു നാട് മൊത്തം ഒറ്റക്കെട്ടായി ജനങ്ങളും പോലീസും ഒക്കെ വിവിധ ഏജൻസികളൊക്കെ ഒറ്റക്കെട്ടായി തോൾ ചേർന്ന് ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പൊ അത്തരം ഒരു വർക്കാണ് ഇപ്പൊ ഈ മടിക്കൈ പഞ്ചായത്ത് ഈ പറഞ്ഞ ബംഗ്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടാണ്. അവര് ഒരു ലഘുലേഖ ഉണ്ടാക്കി ഓരോ വീടുകളിലും ഇറങ്ങി ഇതിനെതിരെ ബോധവൽക്കരണം നടത്തി. പിന്നെ പ്രത്യേകം ടീമുണ്ട്. നാട്ടിൽ നിന്ന് പുറമേ ആൾക്കാർ വരികയാണെങ്കിൽ അവരെ വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് നാട്ടിൽ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു സംശയമുള്ള ആൾക്കാരെ വീട്ടിൽ പോയിട്ട് അവരോട് ഇങ്ങനെ ഒരു ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയാനുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ ചേർന്ന് ഒരേപോലെ ആൾക്കാർ ഒരേ ഒറ്റക്കെട്ടായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നേരത്തെ പിന്നെ 2 വർഷം മുമ്പ് നമ്മൾ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ കൊളവയൽ എന്ന സ്ഥലത്ത് ഇതേപോലെ ഒരു പരിപാടി പോലീസിന്റെ നേതൃത്വത്തിൽ ചെയ്തിരുന്നു. ലഹരി ഉപയോഗിക്കുന്നത് ആരൊക്കെയാണ്, അത് വിൽക്കുന്നവരാരൊക്കെയാണ്, ഇത്തരം ലഹരിക്ക് വേണ്ടിയിട്ട് അത് ലഹരി ഉപയോഗിക്കാൻ ഒത്തുചേർന്ന ഇടങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ കണ്ടെത്തി മൊത്തം നാട്ടുകാരുടെ സഹായത്തോടൊക്കെ ഇത്തരം ഇടങ്ങളും അതുപോലെ തന്നെ ഇത്തരം വീടുകളിലൊക്കെ കയറിറങ്ങി ചിലപ്പോൾ വീട്ടുകാരൊക്കെ അറിയുന്നുണ്ടാവില്ല. ഇപ്പോഴത്തെ രാസലഹരിയൊക്കെ സ്മെല്ലൊന്നുമില്ലല്ലോ, വീട്ടുകാരൊക്കെ അറിയുന്നുണ്ടാവില്ല. അപ്പൊ നമ്മുടെ സ്ക്വാഡ് ഓരോ വീട്ടിലും പോയി നിങ്ങളുടെ മകൻ ഇത് ഉപയോഗിക്കുന്നതിനൊക്കെ സംശയമുണ്ട്, അതുപോലെ നിങ്ങളുടെ ഭർത്താവ് ഉപയോഗിക്കുന്ന സംശയമുണ്ട്, ആ രീതിയിൽ വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടൊക്കെ ചെയ്ത് മാതൃകയൊക്കെ ഉണ്ടായിരുന്നു. ഒരു കൂട്ടായ പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്ക് വിജയം കണ്ടെത്താൻ കഴിയൂ. ഇത്തരം ഒരു കൂട്ടായ്മയാണ് ബംഗ്ലാത്ത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു ആവേശത്തിന്റെ പുറത്ത് ചെയ്യാനുള്ള ഉത്തരവാദിത്വമല്ല. ഇപ്പോഴത്തെ ആവേശം കെട്ടടങ്ങിയാൽ വീണ്ടും മയക്കുമരുന്ന് സംഘം തലപൊക്കും എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പോലീസ് ഓഫീസർ നൽകുന്നു. ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു കുറുക്കുവഴിയില്ല. നമ്മൾ ചെയ്യുന്ന വർക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ജാഗ്രത ഫുൾ ടൈം ഉണ്ടാണെന്നാണ്. എപ്പോഴാണ് ജാഗ്രത കുറയുന്നത് അപ്പോഴും വീണ്ടും ഒരു തലപൊക്കം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതെന്ന് വെച്ചാൽ 24/7 ജാഗ്രത എല്ലാ സമയത്തും ഏത് സമയത്താണ് ജാഗ്രത കുറയുന്നത് അപ്പോൾ വീണ്ടും നിലനിൽക്കും. ഇപ്പൊ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് നമുക്ക് നിർത്താൻ പറ്റും. നമ്മൾ ഇതിന്റെ സപ്ലൈ ഫുള്ള് കട്ട് ചെയ്ത് ഇതിന്റെ ഡിമാൻഡും കുറയാണ്. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജാഗ്രത ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡിമാൻഡ് കുറച്ച് കുറയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഈ എവിടെയാണ് ജാഗ്രത കുറവില്ല ആ സ്ഥലത്തേക്ക് മാറിപ്പോകും. ജാഗ്രത കുറയുന്നതനുസരിച്ചിട്ട് വീണ്ടും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നമ്മുടെ മക്കളുടെ ഭാവിയാണ്, നമ്മുടെ സമൂഹത്തിന്റെ ഭാവിയാണ്. അപ്പൊ ആ ജാഗ്രത നമ്മൾ തുടങ്ങിയ ജാഗ്രത അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നോക്കൂ, പ്രിയതമയുടെ പ്രാണൻ കവർന്ന പർവ്വതത്തിന്റെ നെഞ്ചു പിളർന്ന റോഡ് വെട്ടി
ദശരഥ് മാഞ്ചി കണക്ക് തീർത്തു. തന്റെ ചോരയും നീരും നൽകി 22 വർഷമെടുത്താണ് ദശരഥ് ആ ഉദ്യമം പൂർത്തിയാക്കിയത്. ഒരുപക്ഷെ നാട്ടുകാർ ഒരുമിച്ച് കൂടെ ഉണ്ടായിരുന്നെങ്കിലോ? നോക്കൂ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ പ്രാണൻ കവരുന്ന, നമ്മുടെ നാടിനെ ഇല്ലാതാക്കുന്ന വലിയ വിപത്തിനെയാണ് നമുക്ക് നേരിടാനുള്ളത്. അതിന് ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, ഒരുമിച്ച് ഒറ്റക്കെട്ടായി നേരിടണം.